ഹലോ, എൻ്റെ പേര് അഡ്വക്കേറ്റ് അഞ്ജലി. ഞാൻ വക്കീലായി തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. എന്നെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയത്. ഈ വീഡിയോ ഒരാളെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യത്തിന് ഇകഴ്ത്തി കാണിക്കാനോ ഒന്നുമല്ല. ആരും കാണിക്കാത്ത അല്ലെങ്കിൽ ആരും പറയാത്ത ഞങ്ങളുടെ പ്രൊഫഷനെ കുറിച്ചുള്ള കുറച്ച് അപ്രിയ സത്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആണ്. ഈയിടെയായിട്ട് എൻ്റെ ഫീൽഡിൽ ഏറ്റവും അധികം വരുന്നത് വളരെ ഗ്ലോറിഫൈഡ് ആയ അല്ലെങ്കിൽ വളരെ ഫിലിമി ആയിട്ടുള്ള ഞങ്ങളുടെ പ്രൊഫഷനുള്ള കുറിച്ചുള്ള കുറച്ച് റീൽസാണ്. അതിനോട് എനിക്ക് ഒരു എതിർപ്പും ഇല്ല. ചെയ്യുന്നതെല്ലാം വളരെ നല്ലതാണ്. പക്ഷേ അതിൽ മിസ്ഗൈഡഡ് ആയി പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നിലവിലുണ്ട്. അവരാരും അറിയാത്ത അല്ലെങ്കിൽ അവരെ ആരും കാണിക്കാത്ത കുറച്ച് സൈഡ്സ് ഈ പ്രൊഫഷൻ ഉണ്ട് എന്ന് പറയാൻ ആഗ്രഹമുള്ളത് കൊണ്ട് മാത്രം ഇട്ടൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഈ പ്രൊഫഷൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളാരും കോളേജിൽ പഠിക്കുമ്പോൾ ഈ കോളേജ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ LLB കോഴ്സ് നമ്മളെ ഒരിക്കലും ഒരു ജോലിക്ക് വേണ്ടി എക്യുപ്പ് ചെയ്യുന്നില്ല. നമ്മൾ ഈ പറയുന്നതെല്ലാം തിയററ്റിക്കലി പഠിക്കുന്നു. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിന് വേണ്ടി നമുക്ക് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കലാരൂപം നിലവിലുണ്ടെങ്കിൽ പോലും അത് വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല. ഒരു നോട്ടീസ് പോലും ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയാതെ അല്ലെങ്കിൽ ഒരു അഫിഡവിറ്റ് ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയാതെയാണ് 90% വിദ്യാർത്ഥികളും LLB പാസ്സായിട്ട് പുറത്തിറങ്ങുന്നത്. അതിനുശേഷം നമ്മൾ എൻറോൾ ചെയ്യുന്ന ദിവസം ഈ പറയുന്ന എൻറോൾമെന്റ് ചടങ്ങിൽ തന്നെ നമ്മുടെ ബാർ കൗൺസിൽ അധികൃതർ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ കഴിഞ്ഞ 5 വർഷം നിങ്ങളുടെ മക്കളെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ തുടർന്നും ഫിനാൻഷ്യലി നിങ്ങളുടെ മക്കളെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു ദുരവസ്ഥയുള്ള ഒരു പ്രൊഫഷനാണിത്. ട്രയൽ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യാൻ ചെല്ലുന്ന വക്കീലന്മാർക്ക് മാസം 10,000 രൂപ പോലും തികച്ചു കിട്ടാത്ത, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകർക്ക് പലപ്പോഴും പ്രോപ്പർലി അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പോലും പൈസ കിട്ടാത്ത ഒരു ദുരവസ്ഥ നമ്മുടെ പ്രൊഫഷനുണ്ട്. സ്റ്റൈപ്പൻഡ് തുടങ്ങിയ കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പേർക്ക് കിട്ടുന്നു, എത്രത്തോളം മനുഷ്യർ അതിൻ്റെ ഗുണഭോക്താക്കളാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും കൃത്യമല്ല. നമ്മൾ ഈ കാണുന്നത് പോലെ വളരെ ഹാപ്പനിങ് ആൻഡ് ഹാപ്പി ആയിട്ടുള്ള ലൈഫ് 90% പ്രാക്ടീസിങ് ലോയേഴ്സിനും നമ്മുടെ നാട്ടിലില്ല. ഇന്ത്യയിൽ തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. വളരെ മിടുക്കരായിട്ടുള്ള നല്ല കഴിവും കാലിബറും ഉള്ള വക്കീലന്മാർ ഫിനാൻഷ്യലി താങ്ങാൻ കഴിയാതെ ഈ ജോലി ഉപേക്ഷിച്ച് മറ്റ് പ്രൊഫഷനിലേക്ക് പോകുന്നത് ഒരു ഡെയിലി കാഴ്ചയാണ്. അല്ലെങ്കിൽ ഈ പ്രൊഫഷൻ പാടെ ഉപേക്ഷിച്ച് പോകുന്ന മനുഷ്യരും ചെറിയൊരു ശതമാനമല്ല എന്ന് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരും ഈ കാണുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇതെല്ലാം കോഴ്സ് ഔട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് വിചാരിക്കരുത്. നല്ല സാലറി കൊടുത്ത് അസോസിയേറ്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഓഫീസുകളില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏറിയ പങ്കും അസോസിയേറ്റ്സിൻ്റെയും അവസ്ഥ അതല്ല. ഈ പറയുന്ന നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ഫയലുകൾ അന്വേഷിച്ചു വരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്തും നമുക്കൊരു ശരികേടുണ്ട്. കാരണം ഒരു വക്കീൽ സീസൺഡായി പുറത്തിറങ്ങുമ്പോഴാണ്. കാരണം ഈ നോട്ടീസും അല്ലെങ്കിൽ അഫിഡവിറ്റും പ്രോപ്പറായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയാത്ത നമ്മൾ ഒരു ഓഫീസിൽ ചെന്ന് ആദ്യം തുടങ്ങി എഴുതാൻ പഠിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ ആ സമയത്ത് നമുക്കൊരു ഫ്രഷ് ബ്രീഫ് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം നമ്മളുടെ ഇൻഎക്സ്പീരിയൻസ് പലപ്പോഴും കക്ഷികൾക്ക് ദോഷമായിട്ട് വരാനും സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മളൊരു വക്കീൽ ഓഫീസിൽ നിന്ന് കാര്യങ്ങളെല്ലാം പഠിച്ച് നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുന്നു. പിന്നെ വരുന്ന ടൈമിംഗ് ആണ്. ഇവിടെ ആരും രാവിലെ 9 മണിക്ക് കോടതിയിൽ വന്ന് തിരിച്ച് 5 മണിക്ക് അവരുടെ വർക്ക് അവസാനിപ്പിച്ച് വീട്ടിലോട്ട് പോകുന്നില്ല. മിക്കവാറും ഓഫീസുകളിലും രാവിലെ 9 മണിക്ക് മുമ്പായിട്ട്, രാവിലെ 8 മണിയോട് അടുപ്പിച്ച് വക്കീലന്മാർ ഓഫീസിലോട്ട് വരികയും അത് കഴിഞ്ഞ് കോടതിയിൽ 10, 15 അല്ലെങ്കിൽ 11 മണി സമയത്തോടെ കോടതിയിലേക്ക് പോവുകയും അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും ചിലർ വീട്ടിലോട്ട് തിരിച്ചു പോയി ഒന്ന് ഫ്രഷായി തിരിച്ചു വരുന്നു. വേറെ ചിലരാണെങ്കിൽ ഓഫീസിൽ തന്നെ ബാക്കി ഡ്രാഫ്റ്റിംഗ് പണികളും കാര്യങ്ങളും ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിന്നെയും രാത്രി 9 മണി 10 മണിയൊക്കെ ഇറങ്ങാൻ പറ്റുന്നവർ ഭാഗ്യവാന്മാർ. അതല്ലെങ്കിൽ 12 മണി വരെയും 1 മണി വരെയും 2 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സാറ്റർഡേയും സൺഡേയും ഒഴിവില്ലാതെ വർക്ക് ചെയ്യുന്ന മനുഷ്യന്മാർ അനവധിയാണ്. അത് എക്സ്പീരിയൻസ് കിട്ടാൻ എന്ന് നമുക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിലും എടുക്കാം. അതല്ലെങ്കിൽ പേഴ്സണലായ ഒരു കാര്യം പോലും ചെയ്യാൻ കഴിയാതെ ബേൺ ഔട്ടായി പോകുന്ന മനുഷ്യരും എക്സോസ്റ്റഡ് ആയി പോകുന്ന മനുഷ്യരും അധികമാണ്. വളരെയധികം ഈ പറയുന്ന ബേൺ ഔട്ടിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു പ്രൊഫഷൻ കൂടെയാണിത്. ഇതായിട്ട് എന്നോട് ഡിസഗ്രി ചെയ്യുന്ന ഒരുപാട് സീനിയർ ലോയേഴ്സും അതുപോലെ തന്നെ എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ പിയർ ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ മറ്റുള്ള ജോലിയിലുള്ള പോലെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് നമ്മളുടെ പ്രൊഫഷനിൽ അൺഫോർച്ചുനേറ്റ്ലി ഇല്ല. ഇതെല്ലാം
ലിറ്റിഗേഷനിലോട്ട് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ലിറ്റിഗേഷനിലുള്ള ആളെന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമ്മൾ കാണുന്ന പോലെ എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒടുക്കാൻ അല്ലെങ്കിൽ ഒതുക്കി വെക്കാൻ കഴിയുന്ന ഒരു സമയം പലപ്പോഴും ഒരു വക്കീലിന് കിട്ടാറില്ല. ഈ ഒരു കാര്യം ആരും അഡ്രസ്സ് ചെയ്യാറില്ല, അല്ലെങ്കിൽ ആരും പറയാറില്ല. മേ ബി ബിക്കോസ് ഇതത്ര കളർഫുൾ ആയിട്ടുള്ള ഒരു ഭാഗം അല്ലാത്തത് കൊണ്ടായിരിക്കും ആരും റീലായിട്ടും അല്ലെങ്കിൽ വീഡിയോ ആയിട്ടും ഇതൊന്നും ഷെയർ ചെയ്യാത്തത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെറും ടിപ്പ് ഓഫ് ദ മൗണ്ടൻ മാത്രമാണ്. ഇതിനകത്ത് താഴെ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് പറയണം, ഇത് പറയേണ്ട സമയമാണിത്. ഇനിയും ഇത് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്.